വെൽക്കം ടു എപ്പിക് ഗെയിമിംഗ് വേൾഡ്. ഗൈസ്, നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഡയമണ്ട് ആർമർ ആയിരിക്കുകയാണ്. നമ്മുടെ ചേട്ടൻ അടിയിൽ മൈൻഡ് ചെയ്യാണ് ഗൈസ്. ഞാനിവിടെ ചേട്ടൻ ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട്. ബാക്കി ഡയമണ്ട് ഇതിലുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് അറിയണ്ടേ? ഞങ്ങൾക്ക് ഗൈസ് എത്ര മണിക്കൂറാണ്? പക്ഷേ നമ്മൾ മൈൻഡ് ചെയ്ത് 3 മണിക്കൂർ ഗൈസ്. നമ്മൾ ഇന്നലെ വീഡിയോ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം മൈൻഡ് ചെയ്തു. പിന്നെ ഇന്ന് രാവിലെ എണീറ്റ് മൈൻഡ് ചെയ്തു. അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പം ഇത്ര ഇത് കിട്ടി. ഇതിൻ്റെ ഉള്ളൊക്കെ ഉണ്ട് കൈ കുറേ. പിന്നെ നമ്മുടെ അടിയിൽ അത് എത്തിക്കുകയാണ് ഗൈസ്. ഇത് നമുക്ക് പെട്ടെന്ന് ചാടാം അതിൻ്റെ ഉള്ളിലേക്ക്. അത് എത്തിക്കുകയാണ്. ഇതങ്ങനെ നടക്കട്ടെ. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ പോർട്ടിൽ ചെയ്യണം. പോർട്ടൽ ഇവിടെ മോനെ അടിച്ച് കയറി വാ. എൻ്റെ ചേട്ടൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. ചേട്ടാവും ചത്തേ. പാർക്കോർ എന്താ ചെയ്യാ? പക്ഷെ ബക്കറ്റ് എടുത്തില്ല. എടാ നീ ബക്കറ്റ് എടുത്തിട്ട് വരൂ ഇങ്ങോട്ട്. പെട്ടെന്ന് മറ്റേ ഇങ്ങോട്ട് കിട്ടാം. റൗണ്ട് പോട്ടിലേക്ക്. ചെറുതായിട്ട് പണി പാടി എന്തോ പിന്നെ കുറച്ച് മൂളിക്കാക്കി വെള്ളം ഒഴിക്കി. ഇല്ല, എന്താ സംഭവിച്ചത്? എനിക്ക് പണിവാളി തോന്നി. എന്താണ് പക്ഷെ സംഭവിച്ചത്? ഞാൻ ഈ സ്ക്വയർ ബോൾ ഉണ്ടാക്കി. ഈ ഒബ്സിഡിയൻ പൊട്ടാൻ എന്തൊരു ടൈമാണ്. ഞാൻ ഇക്കാലത്ത് അങ്ങനെ വരുമോ? ഞാൻ വന്നോണ്ടിരിക്കുകയാണ് ഗൈസ്. സോ നമ്മൾ ഇന്ന് തന്നെ പോർട്ട് ഉണ്ടാവുമല്ലേടാ. പോർട്ട് ഉണ്ടാക്കി ഒക്കെ സെറ്റ് ചെയ്യണം ഗൈസ്. ഇത് നമ്മൾ ഫാം ഉണ്ടാക്കും. യെസ്, അതിനുള്ള കുറച്ച് റിസോഴ്സൊക്കെ നമ്മളിന്ന് ഗ്യാദർ ചെയ്യും. അപ്പോൾ ഏതാ ഫാമെന്ന് പറയണം. അതോടെ ഇതാണ് അത് ഏറ്റവും എക്സ്പെൻസീവ് എന്ന് പറയുന്നത്. ഗുഡ് പിക്കാക്സ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ ഗൈസ്. നമുക്കൊരു ഇതല്ലല്ലോ അല്ലേ? ഗുഡ് പിക്കാക്സ് ആണ് ഗൈസ് ഇല്ലാത്തത്. പിന്നെ നമുക്ക് ആകെ ഈ പിക്കാക്സ് എനിക്കാണ് പൊട്ടിയ പിക്കാക്സാണ്. ഇനി നമുക്ക് ഡയമണ്ട് ഉണ്ടാകുമോ അല്ലേ? ഡയമണ്ടൊക്കെ നമ്മൾ വാടി കൈസ് കുറേ നേരം കഷ്ടപ്പെട്ടാണ് അത്രയും കിട്ടിയത്. ഇവിടെ ഡയമണ്ട് എനിക്ക് സത്യം പറയാം, എനിക്കത് ആകെ 12 വയസ്സ് 18 ഡയമണ്ട്. ബാക്കിയൊക്കെ എൻ്റെ ചേട്ടനാണ് കിട്ടിയത്. എനിക്ക് കുറച്ച് ട്രിക്കുകളൊക്കെ അറിയാം ഈ സംഭവം കിട്ടുന്നത്. എവിടെ മൈൻഡ് ചെയ്താണ് നമുക്ക് കിട്ടിയത്? ഡയമണ്ട് എവിടെ മൈൻഡ് ചെയ്താ? ഞാനെത്തി. എന്നെ കാണിച്ചു കൊടുക്ക്. വീഡിയോ ഫോക്കസ് ചെയ്യടാ. ഫോക്കസ് അറിഞ്ഞൂടാ. ആ വെള്ളം കൊണ്ടുവന്നാ? അയ്യോ എന്താ വെള്ളം കൊണ്ടുവന്നാ നീ? വെള്ളം എന്തിന്?
പറഞ്ഞാ എനിക്ക് ഇതേ കൊണ്ടുപോകാം. എടാ എടാ കണ്ടോട്ടാ ഇവിടുന്ന് കറക്റ്റായിട്ട് അങ്ങോട്ടാണ്. ഓ നിന്റെ ഒക്കെ ടൈമിംഗ് എന്നൊക്കെ പറഞ്ഞ എന്നെ മോനെ. ആ അവിടെ വേറെ സംഭവം കാണിച്ചത്. ഞാൻ ഇവിടുന്ന് വെള്ളം ഒഴിച്ച് കയറാം. പക്ഷേ വെള്ളവനല്ലേ ഒഴിക്കണേ, വേറൊന്നല്ല. അതൊക്കെ എന്നെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് വാ, അടി താഴത്തിട്ട് തരാം. എടേ എനിക്കെന്തോ വെള്ളം കാണാത്ത. അടിക്കല്ല. ആ ഓക്കെ ആ വെള്ളം എടുക്കടാ. ഇത്ര കഷ്ടപ്പെട്ടുണ്ടാ എൻ്റെ ഇത് അവിടെ വെള്ളം ഒഴിച്ചു. അല്ല ആവേക്ക ഒക്സിഡി ആക്കും. ബെഡ് എടുത്താ ബെഡാ? ഓയ്യാ അയ്യോ നേടെ ഒരു മഗ്മ പോണു പിടിക്കാനേ. മകമയാ അവനോടെ അതേ കിടന്നു. ഞാൻ പോയി ബെഡ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബെഡ് ഇവിടെ ഓൾറെഡി ഒരെണ്ണം പൊട്ടി കിടന്നു. ഓ മറ്റേ ബെഡ് ഞാൻ മൂഞ്ചിന്ന് തോന്നുന്നു. എടാ ഞാൻ 2 ബെഡ് ഉണ്ട് എൻ്റെ. ആ ഞാൻ പറഞ്ഞില്ലേ ഒരെണ്ണം വരുന്ന പൊട്ടിയിട്ട്. എടാ ഈ ഇതിന് മുകളിൽ വെച്ചാൽ നെതറാണെന്ന് പറഞ്ഞ കൂടെ പൊട്ടിത്തെറിച്ച് പോവൂ. അങ്ങനത്തെ ഫിസിക്സ് ഒന്നും മോചാൻ കറക്കിയില്ല. ഞാൻ നമുക്കുള്ള മണിയർ സെറ്റ് ചെയ്യും. ഞാൻ ഇവിടെ കിടക്ക് പാലെടുത്തില്ലേ? പാലല്ലേ കട്ടൻ കാഫി ആയാലും മതി. ഒരെണ്ണം പൊട്ടിച്ചാൽ കൈക്കെടുത്തോ ബാബുവാ. ഞാൻ വെറും എടാ അത് മാഗ്മ എടുക്ക ബെഡ് എടുക്ക്. കിട്ടിയില്ല, അത് ഞാൻ പറയാൻ. എടീ പെട്ടി വലുതുണ്ടാ? അതൊക്കെ പെട്ടി മൊത്തം കാലിയാണെങ്കിൽ. ഓ മറ്റേത് ക്രൈയിങ്. ഒബ്സിഡിയൻ. ഓയ്യാ ഞാൻ ഡയമണ്ട് പിക്കാക്സ് എടുത്തിട്ടുള്ള. അപ്പൊ ഞാൻ എങ്ങനെ മൈൻഡ് ചെയ്യും? ഇവിടെ തന്നെയാണോ നമ്മൾ പോർട്ടൽ ഉണ്ടാക്കണേ? ആ ഈ ഗോൾഡ് എടുക്കാം നമുക്ക്. അതെന്തായാലും എടുത്തുകൊണ്ട് എടുക്കാൻ പറ്റും. ഓ ബ്ലോക്ക് ആയിട്ടാണല്ലോ കിട്ടിയേ. ഓ ഇതോ ഡഫിന്റെ പാമ്പ്. നമുക്ക് ഈ പോർട്ടൽ എടുത്ത് വേറെ അടിക്ക് പറ്റിക്കൊണ്ട് പോവാം. സ്പോട്ടിനൊന്നും എനിക്ക് കൈക്ക് കിട്ടില്ല. എന്താണോ നമുക്ക് അയണും കൊണ്ട് പൊട്ടിക്കാൻ നോക്കാം. കിട്ടുമെന്ന് പറഞ്ഞത്. അയ്യോ നമ്മളിവിടെ വേരോടെ അടിച്ചു മാറ്റാനുള്ള ശ്രമം. പൊട്ടി. ഒരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടായിക്കൊണ്ട് പോവാ. എന്തിന്? എൻ്റെ നെതറേറ്റ് ഉണ്ട്. തുരുമ്പ് പിടിച്ച കളർ മാറിയിരിക്കണേ. അതങ്ങനെ ഒന്ന് മുട്ടിയെന്തോ എന്തിപ്പോ അടുത്ത് എത്ര ടൈമായി എടുക്കണ പൊട്ടപ്പ? 30 സെക്കൻഡ് എടുക്കുന്നു പോട്ടെ. അത് ഞാൻ തള്ളി മറിച്ചാണ്. അവിടെ എങ്ങനെയായോ ഈ ക്രൈയിങ് ഒബ്സിഡിയൻ പേര് വന്നേ? ആ ഞാൻ പറയാം. ആദ്യം നോർമൽ ഒബ്സിഡിയൻ ആയിരുന്നു. പിന്നെ പിഗ്ലിങ് ഇല്ലേ, മറ്റേ പിഗിള് ആ സാധനം. അത് ഇതിന് മേലെ വെച്ച് ഉള്ളി മുറിച്ച് ഉള്ളി മുറിച്ചു. അപ്പം ഇതിന് കറച്ചൽ വന്നു. അങ്ങനെയാണ് കഴിച്ചത് ഇത് ക്രൈയിങ് ഒബ്സിഡിയൻ ആയ. ഞാനൊരു ഇതിഹാസം. ഇത് ആര്? നീ മാഗ്മയെ കൂടെ നടന്നു. എടാ നീ എന്തുവാടാ ഇങ്ങനെ നോക്കിയിരിക്കണം? ഹെൽപ്പൊക്കെ ചെയ്യാട്ടോ. കുറച്ച് ഫുഡ് എടുത്തിട്ട് വാ. ഫുഡ് തേക്കോ? എത്ര? 8 തരൂ. അടിക്കല്ലേ. കിട്ടുന്നാ? ഞാൻ ചുമ്മാ ഞാൻ ഡയമണ്ട് ഹാർബർ ഞാനാ തന്നത് കണക്ക് പറഞ്ഞേ.
ഇതൊന്നല്ല എനിക്കോട്ടെ ഞാൻ പറയാം. ആ നീ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഞാനുണ്ടായിരുന്നത് മര്യാദയ്ക്ക് അത് എന്താ എങ്ങനെ വീടിന്ന് അടിച്ച് പുറത്താക്കി ഞാൻ പോയിട്ട് പിക്കാക്സ് ഉണ്ടായിരുന്നു. അതാ പോ. എടാ ഒന്നും കൂടെ എൻ്റെ MLG കാണാം. പിന്നെ ഇവിടെ ചാവല്ലേ ഇതുണ്ടോ വാട്ടർ 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 ബക്കറ്റ് ഉണ്ട്, ഇത് കണ്ടോ നോക്ക്. അവിടെ അവിടെ ഓ പൊട്ടി ആ ആ ആ ഓ എങ്ങനെയുണ്ടാ ഷേ ഞാൻ കണ്ടില്ല. നിനക്ക് വേണോ ബക്കറ്റ്? എനിക്കുണ്ടോ എടുത്തോണ്ട് പോ. ഇപ്പൊ കാര്യം ഞാൻ ഇതൊക്കെ മൊത്തം ഒന്ന് മൈൻഡ് ചെയ്തിട്ട് വരാം. ഇപ്പൊ ഞാൻ മൈൻഡ് ചെയ്തിട്ട് എൻ്റെ ഇത് കാണിച്ചു തരാം. പാർക്കോർ കളിപ്പിച്ചു ചെയ്യാം. എനിക്ക് എൻ്റെ ഫാൻസ് ഞാൻ വന്നോണ്ടിരിക്കുക. എന്തിന് ക്രൈം ഓപ്സിയുടെ മൈൻഡ് ചെയ്യാനാ? നീ അതൊക്കെ എടുത്താ? പിന്നെ ഞാൻ കുറച്ച് വൈകി പോയി ഗൈസ്. ആകെ ഉള്ളത് അതിൻ്റെ ക്രൈം ഓപ്സിയുടെ മാത്രം. ഇവിടെ നമുക്ക് ഇവിടെ ഫുഡ് സോഴ്സ് ഉണ്ടാകുമല്ലോ. ആ എന്നാ നീ ഉണ്ടാക്ക്. നമുക്കൊരു കൗ ഫാം ഉണ്ടാകും. കൗവാ? അത് നീ വീറ്റ് ഫാം ഉണ്ടാക്ക്. നമുക്ക് ഒരു ഗോൾഡൻ കാരറ്റ് ഫാം ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങൾ എന്ത് ഫാമായിരിക്കും ഉണ്ടാക്കാൻ പോണേ? ചെറുതായിട്ടൊരു ക്ലൂ കൊടുക്കാം. എടാ എടാ ചാടി വരേക്ക് ചാടിയ അവിടെ വെള്ളം ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞോ. ഇല്ലെങ്കിൽ കയറിപ്പോയില്ല. എന്താ വീഴാത്ത? വെള്ളുണ്ടാ? എന്നാ ഞാൻ വരുന്നില്ല. അടി ഇവിടെ ഉണ്ടാക്കിയാലോ? നമ്മൾ ഉണ്ടാക്കാൻ നമ്മളെ ഫാമിന് കുറേ ഒബ്സീഡിയം വേണം. ഇപ്പൊ തന്നെ ചിലർക്ക് മനസ്സിലാവുണ്ടാവും. കമന്റ് ചെയ്യുക. മൂന്ന് പോരില്ല 4 വേണ്ടേ? മതിയോ? ഞാൻ മറന്ന് ഇങ്ങനെ ആയിരുന്നു. ഇത് തന്നെ ആ ഈ സ്ഥലം കിട്ടും. നീ ഗസ് ചെയ്യാ. പക്ഷേ നമുക്ക് എപ്പോഴും ലക്കി ഉണ്ടാവാറില്ലേ? അപ്പോൾ മറ്റേ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? ബസാൾട്ടായിരിക്കും ഗൈസ് മിക്കവാറും. ബസാൾട്ടാ പോടാ അവിടുന്ന്. എപ്പോഴും നമുക്ക് അതാണ് കിട്ടാറ്. വാർപ്പോട് ഫോറസ്റ്റ്. അതൊന്നും കിട്ടില്ല. അതൊക്കെ നല്ല ലക്ക് വേണം ഗൈസ്. മറ്റേ പിഗ്ലിങ്സിൻ്റെ മറ്റേ ടൈപ്പ് പിഗ്ലിങ്സിൻ്റെ സ്ഥലം സോംബിഫൈഡ് പിഗ്ലിങ്സിൻ്റെ അറിയാമെങ്കിൽ ഞാനിപ്പോൾ എവിടെ എത്തിയാണ്. എവിടെ എത്തും? ഇതിലൊക്കെ എത്തിയാണ്. അപ്പോൾ നീ പറയണ്ടേ എവിടെയെങ്കിലും എത്തുമെന്ന് എനിക്കറിയാം. പക്ഷെ നീ ഒന്ന് അധികം കയറ്. അത് വേണം. എല്ലാ സാധനവും അയച്ചു വെച്ച് കയറാം. ഞാനും എടാ പുതിയ ആൾ കയറിയാ പോലെ. ഞാനുണ്ട്. ഷീൽഡ് പോയി ഞാൻ എടുക്കില്ല. എനിക്ക് ഷീൽഡ് ഉണ്ടല്ലോ. ആർമർ പ്രത്യേകിച്ച് ഊരി വെച്ചോ. എത്ര ടൈമത്തെ കഷ്ടപ്പാടാണ്. ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട് ഇതൊക്കെ മൈൻഡ് ചെയ്ത ഗൈസ്. നിങ്ങളൊന്ന് ലൈക്ക് അടി. റെസ്പോൺസ് എത്തിക്കണം. അത് നീ പറയണ്ട, എനിക്കറിയാം. മോഹം കൊണ്ടെതിരെ നിന്ന അവിടെ പോയിട്ട് വല്ല നല്ല സാധനം വേണ്ടി വാരി കൊണ്ട് വരാം. പിന്നെ ലോഡിങ് സ്ക്രീൻ ലോഡിങ് ആണ്. ഇതെന്തൊരു കഷ്ടമാണ്. ഏതാണ് സോൾ സാൻഡി. അയ്യോ 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 ഒരു ചവറ സ്ഥലമാണ് കിട്ടിയത്. ഇവിടെ എന്ത് ചെയ്യാ?
ഏഴ് സ്കെൽട്ടൻ നിന്നെ കണ്ടു. ബലൂൺ 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 മാറാ, ഞാൻ അവന് തിരിച്ചയക്കാം. പക്ഷേ ചെറിയ നെറ്റ് അവ പോയാ. എടാ ഞാൻ എതിര് ഇവിടെ നോക്കി ഞാനാ അവൻ ഓവർ വേൾഡ് കയറി പോയാ. അവനപ്പോൾ അവിടെ തട്ട് ഗൈസ്. ഇതേറെ അവൻ എന്നെ നിന്നാണോ അടിച്ചു കൊല്ലം എങ്ങനെയായിരുന്നു? എവിടെയാ ഇതോ അവൻ നിന്നെ ഇത് നോക്കിയിരിക്കണ്ടേട്ടാ. പെട്ടെന്ന് അടച്ചോ. അടച്ചാ ഗൈസ് നമ്മുടെ ഞാൻ കയറിപ്പോയി എൻ്റെ ഉള്ളിൽ അറിയാണ്ട്. സ്കെൽട്ടൻ്റെ ഉള്ളെത്തി. സ്കെൽട്ടൻ കൂടെ വെടി വെക്കണ ചാവടായത്. ഞാൻ കത്താത്തവൻ്റെ ടീം. എടാ അവൻ തട്ടണ്ട സത്യം മറ്റേ ഇല്ലാത്തവൻ അവന്റെ മോൺസ്റ്റേഴ്സ് അല്ല, ശരിയാണല്ല എൻ്റെ വിധി. പക്ഷെ ഞാൻ അവിടെ എത്തിയിട്ട് ഒന്നും എടുക്കണ്ട. ഞാൻ മറ്റേ ഞാനിതൊന്നും കൊടുക്കില്ല. മറ്റേതുള്ളവൻ ആർമർ ഇട്. ആർമർ ഇല്ലേ? കുറച്ച് കോഡ്സ് വേണം. പക്ഷെ കോഡ്സ് ഉണ്ടെങ്കിലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നീ ഇങ്ങോട്ട് വാ. പിന്നെ നെതർക്ക് പോവും. ഏറ്റവും വൃത്തിയുടെ സ്ഥലമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഗൈസ് അയ്യോ ഇങ്ങനെ കത്തിയാൻ ചാവില്ല. സേഫ് ആക്കിയിട്ടുണ്ട്. കോഡ്സ് അവിടെ കുറച്ച് കോഡ്സ് ഉണ്ട്. ഇതറ്റത്ത് കണ്ടോ? കുറെ ഉണ്ടല്ലേ അവിടെ കുളിച്ചിട്ട് പോകുന്നു. നീ പോവാണോ? അതെ അയൺ പിക്കാക്സ് ഉണ്ടോ? അയൺ വേണം. ഡയമണ്ടായിട്ട് അത് മാറുമോ? ഞങ്ങൾ ഞാനുണ്ട്. അടിക്കല മരം ഷവൽ വേണം. ഷവൽ ഉണ്ടാവും. റസ്കെട്ടൻ കണ്ട അവിടെ കയറി വെച്ചാ അടച്ചാ തോന്നുന്നു. വളരെ പെട്ട ഞാൻ അടച്ചില്ല. കാണുമ്പോഴാ പോച്ചുണ്ട്. ഞാൻ കൂട്ടിയിട്ട് പോവാം.
ഇനി അയൺ കച്ചവടം ഉണ്ടായിരുന്നു. ഗോൾഡൊക്കെ ഗോൾഡൊന്നും വേണ്ട നമുക്ക് വേണ്ടത് കോട്സ് ആണ്. വി വാണ്ട് കോട്സ്. കിട്ടി, ഫൈനലി കോട്സ് കിട്ടിയല്ലോ കോട്സ് കിട്ടി. റെക്കോർഡിയില്ലേ ഞാൻ? ആ റെക്കോർഡിയിട്ടുണ്ട്. അതുകൊണ്ട് എടുത്താലും കിട്ടണ്ടല്ലോ. കിട്ടണ്ട ഇങ്ങോട്ട് നീ പോയേ അതിനോടാണോ വാങ്ങിക്കണേ? അടുത്തല്ല അങ്ങോട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ഓരോന്നായിട്ട് വെക്കുമല്ലേ? അതിപ്പോൾ എല്ലാം അങ്ങോട്ട് തന്നെ. ഇവിടെ ബാസ്റ്റിൻ കൊടിയാടാ. ഗായ്സ് ബാസ്റ്റിൻ ഗോൾഡ് ബുക്കിയാ. ശരി എത്ര കിട്ടി? ഓ ഗ്യാസ്റ്റൊക്കെ നീയാണോ? സോൾസാൻഡിൽ കൂടെ നമുക്ക് കൊടുക്കാത്ത സ്പീഡ് ആവുകൊണ്ട് കുഴപ്പമില്ല. ഗോൾഡ് അടിച്ചു കണ്ടോ എങ്ങനെയുണ്ടോ എൻ്റെ സീഡ്? എടാ മറ്റേ കോഴ്സ് തന്നെ. പക്ഷെ ഒരു ട്രൈഡൻറ്റ് വേണ്ടി വരും നമ്മളുണ്ടാക്കുന്ന ഫാമിന്. എടാ ചൗ വിട്. ആകെയുള്ള ഒറ്റ ഒരു അമ്പം. അപ്പൊ നിന്നെ വിട്ട് അത് പൂജല്ലേ? ഡോജ് എങ്ങനെ ചെയ്യാന്നറിയോ? അറിയാം. ഡോഗിനെ വെച്ചിട്ട് ചെയ്യുക. എങ്ങനെയാണ് ഡോജ് ചെയ്യുക? ശരിയാണ്. ഫാം ഉണ്ടാക്കണ്ടേ അപ്പോൾ? ഗോൾഡ് ടൂൾസ് ഉണ്ടാക്കണ വെച്ചു. ദേഗോ വേണം തോന്നുന്നു. പെവറാക്കാൻ പോലെ പെവറാണ്. ഇങ്ങോട്ട് എൻ്റെ ഇതിലെ കയറുന്നുണ്ട് മണ്ണൂര്. ഇതിനകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വല്ല സീനുണ്ടാവും. ചെറിയൊന്നും സാധനം ശരിയാണല്ലോ. കുതിര കൈത പട്ടി. ഓ ഞാൻ ഉള്ളിൽ കയറി. ഇവിടെ ഇത് വേറെ ഇങ്ങോട്ട് കൊണ്ടല്ലോ. കാണാനൊക്കെ ഷീൽഡ് ഉണ്ടോ കയ്യില്?
കറക്റ്റായിട്ട് കുഴിച്ച് വെച്ച് അവന്മാരുടെ സെൻറ്ററൊക്കെ എത്തി ഗൈസ്. അതാണ് നമ്മളത്. ഞാൻ കോഴ്സ് കിട്ടുമെന്ന് വന്നതാണ്. ഞാൻ ബ്ലോക്ക് എടുത്തില്ല. മാറൂ അടിക്കരുത്, ഞാൻ ചാവും. അവിടെ സേഫ് ആണോ കേട്ടെ. സേഫ് സേഫ് സേഫ്. ഇത് കൂടെ കുഴിച്ചു അവന്നെ. അയ്യോ ഇവിടെ കഴിഞ്ഞ ഞാൻ ഇവിടെ ഒരു ദിവസം ബ്ലോക്ക് അടിച്ച് നോക്കട്ടെ. എന്നിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ. എനിക്കൊരുത്തനെയും പേടിയില്ല. നമുക്ക് ഗോൾഡ് ആവശ്യമൊന്നുമില്ല അല്ലേടാ. ശരി എടീ ഇത് കൂടെ വാ. ഇപ്പോൾ എൻ്റെ ചേടാ മൊത്തം ഓട്ടിട്ട് വെക്കല്ലേ. ഞാൻ എൻ്റെ സൈഡിൽ കൂടെ വീടിച്ചാവും. ഇവിടെ കൂടെ നല്ലൊരു ആർമർ പോലും ഇല്ലാണ്ട് വലിച്ചു കിടക്കും. നമ്മൾ ഇവിടെ കൂടെ വാ. ഇത് എവിടെ കിടക്കണ്ട സ്റ്റെപ്പ് ഉണ്ടാക്കാളേടാ. ഇത് കണ്ടോ ഈ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് കൂടെയാണ് നമ്മൾ വന്നത്. വലിപ്പിച്ച് ബേബി പിഗ്. അപ്പുറത്ത് റുജ. നടന്നു വരുന്നു. ഓടിക്കട്ടെ എന്റെ പൊന്നമ്മച്ചി. എടാ റെയ്ഡിന്റെ ആൾക്കാർ ഇവനെ തീർക്ക്. അയ്യോ പൊട്ടിയേ കൈവേറി. ഒരു ഹാട്ടാ ഞാൻ അവിടെ ബിൽഡ് ചെയ്ത ഇങ്ങനെ ലീഡ് തരല്ലേ. ഏതോ ഒരു നടന്നു വരുന്നു. അടിക്കണം മറ്റേ തന്നത് നിങ്ങളുടെയൊക്കെ സാധനം. അവിടെ ക്രീപ്പർ നിൽക്കുന്നു. കൊല്ലടാവനെ അവൻ്റെ അടുത്തതിൽ ആകെ അടുപ്പിക്കല്ലേ കേട്ടോ. അവിടെ അധികം അവൻ നടന്നു വരുന്നു. നിന്നെ അന്വേഷിച്ചു വരികയും നമുക്ക് ഒരുമിച്ച് കൊല്ല. പിന്നെ അല്ല നമുക്ക് PvP കളിച്ചാലേ. ഇണ്ടാ ഫുൾ ഹാർട്ട് ഷീൽഡ് മാറ്റി വെക്ക്. അത് വേണ്ട എനിക്ക് ബാക്കിയുള്ളത് 4 ആട്ടാം. ഹാർട്ട് കൂട്ട്. നമുക്ക് ബാക്കി പോയിട്ടേ അതേ പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് അറിയാം. അല്ല ഗൈസ് അത് തന്നെ. കുറ്റാപ്പി എനിക്ക് AD ഗെയിമർ അറിയോ? ഏത് AD ഗെയിമർ നക്കിയ അവനെയൊന്നും എനിക്കറിയില്ല. എനിക്ക് എന്നെ അറിയോ? അത് ചോദിക്കണ മുമ്പ് ഞാൻ ചത്തുപോയി ഗൈസ്. AD ഗെയിമർ നീ എന്താ വീഡിയോ ഒന്നും ഇടാത്തെ? ഫുൾ ഹാർട്ടാണോ? ഒരു അരഹാട്ട് പറഞ്ഞു സോഡിണ്ട്. അല്ല നീ ആക്സിഡന്റ് ആളല്ലേ? വെയിറ്റ് അത് മോളിൽ കയറട്ടാ.
ഇവിടെ ഒരു മിനിറ്റ് എനിക്കൊന്നും കിട്ടും. ഒരു ഗ്ലിച്ചു. ഓ എന്താ പറഞ്ഞിട്ട് പോണേ. അതേ ഒരു ലാഗ് പിടിച്ചു വരുത്തേ. എടാ 1 മിനിറ്റ് ആയിട്ടേ അടിക്കല്ലടാ. ആ അരഹാട്ട് എടാ 1 മിനിറ്റ് കേട്ടോ. അരഹാട്ടാ 1 മിനിറ്റ് ആയിട്ടേ അടിക്കല്ലേ. ആ ഹെൽത്ത് ഒന്ന് തരട്ടെ എനിക്ക് ഇഷ്യൂ ആയിരുന്നു. നിന്റെ സാധനത്ത് നോക്കി കളിക്കണേ. എന്റെ സാധനത്ത് നോക്കി കളി. പിന്നെ ഇവിടെ ഞാൻ ഇവിടെ നോക്കി വരിക അടിച്ച് അവിടെ അടിച്ച് നോക്കി ഇവിടെ ഞാൻ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുക. ലാഗ് അടിച്ചു വരുത്താൻ. എന്താ നീ പറക്കണ? നീ ക്രിയേറ്റീവ് ആണോ ചളിച്ചക്ക? നോക്കട്ടെ ക്രിയേറ്റീവ് ആണോ നോക്കട്ടെ. PvP എന്നെക്കാളും പ്രോ ഇവിടെ ആരുമില്ല അല്ലേ? കടലത്തെ തിരിച്ചു പടയും. കനൽ കാറ്റിൽ നെഞ്ചിൽ. എടാ എൻ്റെ ഉള്ളത്തെ പശുവിനെയാണ് നീ വളർത്തിയത്. നിന്റെ നീ കാണിച്ചേരടാ. ഏടിയടാ ഡി എടുത്തതിന്റെ മൂക്കി തിരിക്കാൻ അവിടേക്കാൾ പോയിരിക്കണം. എനിക്ക് വേണ്ടി പയ്യ പറയട്ടാ. എനിക്ക് വേണ്ടി പയ്യ പറഞ്ഞു തരട്ടെ. എടാ നിനക്ക് വേണ്ടി പയ്യ പറഞ്ഞു തരട്ടെ. ഒരു റബ്ബർ ബാൻഡ് എടുക്കുക, കട്ട് ചെയ്യാൻ 2 ട്യൂബ് വലിച്ചോണ്ടിരി. എൻ്റെ ഉള്ളത് പശുവിനെ കൊന്ന്. എൻ്റെ ഉള്ളത്തെ പശു വാടാശി നമുക്ക് ഫാം ഉണ്ടാക്കണ്ടേ? നാളുണ്ടാക്കിയല്ലേ. അപ്പം ഈ എപ്പിസോഡിൽ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഫുഡ് ഫാം അല്ല ഫുഡെങ്കിലും ഉണ്ടാക്കണം. ഇവിടെ കുറച്ച് സീഡ് ഉണ്ടാവും. വെളിച്ചോടിക്കണോണ്ടാണ് തനിയെ ബ്രൈറ്റ്നസ് കൂടുന്നത്. അല്ലാതെ ഫോണിൻ്റെ പ്രശ്നമില്ല. ഒന്നുമില്ലല്ലോ വരണ്ടേ. 2 ഹാർട്ടല്ല 3.5 ഹാർട്ട്. തെണ്ടിത്തരം ചെയ്യല്ലേ. വാങ്ങി കാണിച്ചു തരാം. ഈ ഹാർട്ട് വെച്ച് ഞാൻ കണ്ടുപിടിക്കാൻ വന്ന. എടാ ഫുഡില്ല. ആ ഫുഡുണ്ട് ഫുഡ്. അവനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ലൈക്ക് അടിക്കണം ഗൈസ്. കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കാൻ പറ്റില്ല ഗൈസ്. ഏടാ എവിടെ ആയി കാണുന്നില്ലല്ലോ. ഇനി എന്ത് ചെയ്യാം? നീ എന്നെ വെല്ലുവിളിച്ചല്ലേ ചളിച്ചക്ക. ഇത് ആര് കുഞ്ഞാപ്പിയോ? കൊല്ലണം തന്നെ. പോയി ഗൈസ്. നല്ല എന്നെ അവൻ പറ്റി ഗൈസ്.
വിഷമോ എൻ്റെ ഹാർട്ട് കാണുന്നുണ്ട്. അവിടെ നിന്നല്ലേ നീ ഹാർട്ടില്ലാത്തവരാടാ. നീ ഹാർട്ട് ലെസ്സാ. നീ വരും. കൊല്ലിലേക്ക് അറിയാം നിനക്ക് ഒറ്റ ഹാർട്ട് 2 ഹാർട്ട് ഉണ്ട്. എനിക്കുണ്ട്, എനിക്ക് 8 ഹാർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്താൻ തോന്നുന്നു.